മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മസംസ്കരണം ലക്ഷ്യമാക്കി പ്രപഞ്ചനാഥനായ തമ്പുരാൻ മാനവരാശിക്ക് കനിഞ്ഞേകിയ വിശുദ്ധ മാസമായ പുണ്യ റമദാൻ, അതിൻ്റെ ആദ്യ 10 പിന്നിട്ട് രണ്ടാമത്തെ 10-ലാണ് നാം ഇന്ന് അതിൻ്റെ മധ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. മനുഷ്യ വ്യക്തിത്വത്തിലെ വളരെ അപകടകരമായ ഒരു വശത്തെയാണ് പാപം എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. പാപം പ്രധാനമായും 2 അപകടമാണ് നമുക്ക് വരുത്തി വയ്ക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആദി പിതാവായ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായതും തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവുമായുള്ള സാമീപ്യത്തിൽ നിന്ന് അകന്നുപോയതും ഒരോർമ്മത്തെറ്റിൻ്റെ പേരിൽ സംഭവിച്ചു പോയ പാപം മുഖേനയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പാപം മുഖ്യമായും 2 അപകടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, സൃഷ്ടാവുമായി മനുഷ്യൻ്റെ ബന്ധം അതിലൂടെ അറ്റുപോവുകയാണ്. രണ്ടാമത്തേത്, മനുഷ്യൻ്റെ മനസ്സിനുണ്ടായിരിക്കേണ്ടുന്ന സ്വർഗീയ പാകത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ 2 അപകടങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്ന പാപത്തിൽ നിന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ വീണ്ടെടുപ്പ് നടത്തുക എന്നതാണ് ഈ ഭൂമിയിലേക്കുള്ള മനുഷ്യ നിയോഗത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും തെറ്റുകളിൽ വീണുപോവുക സ്വാഭാവികവുമാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പാപപ്രേരണ മനുഷ്യൻ്റെ ഉള്ളിൽ നിലീനവുമാണ് എന്നതുകൊണ്ട് പാപങ്ങളിൽ അകപ്പെട്ടു പോകാൻ ഇടയുള്ള ഈ മനുഷ്യൻ ആ പാപത്തെ അപ്പോൾ തന്നെ മായ്ച്ചുകൊണ്ടേ ഇരിക്കുക എന്നതാണ് പാപപ്രേരണകളിൽ നിന്നും പാപത്തിൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും അവൻ്റെ മനസ്സിനെ മുക്തമാക്കാനുള്ള ഉപായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ പ്രവാചകൻ പറയുകയുണ്ടായി, മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി അവൻ്റെ മനസ്സിൽ പതിയുകയാണ്. ഉടൻ തന്നെ അവൻ ആ തെറ്റിൽ ഖേദപ്രകടനം നടത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ ആ കറുത്ത പുള്ളി അവൻ്റെ മനസ്സിൽ നിന്ന് അപ്പോൾ തന്നെ മാഞ്ഞു പോവുകയും മനസ്സ് അതിൻ്റേതായ വിശുദ്ധിയും സ്വച്ഛതയും തെളിമയും നിലനിർത്തുകയും ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ തെറ്റുകളിലും നാം അപ്പോൾ തന്നെ ആ തെറ്റുകളെ മായ്ച്ചുകൊണ്ട് മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടാനുള്ള പാപത്തിൻ്റെ കറകളെ തേച്ച് മായ്ച്ചു കളയാൻ വേണ്ടി നാം ഓരോരുത്തരും ജാഗരൂകരായില്ല എങ്കിൽ പാപത്തിൻ്റെ കറകൾ, പുള്ളികൾ ഒന്നൊന്നായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച് നമ്മുടെ മനസ്സ് കറുത്ത് ഇരുണ്ടുപോവുകയും നന്മയുടെ പ്രകാശത്തിന് കടക്കാൻ ഇടമില്ലാത്ത വിധം മനസ്സ് ബന്ധിതമായി തീരുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മനുഷ്യ സഹജമായി തെറ്റുകളിൽ അകപ്പെട്ടു പോകാറുള്ള മനുഷ്യൻ 3 തരത്തിൽ തൻ്റെ പാപങ്ങളെ തിരിച്ചറിയുകയും അവ ഓരോന്നിനെയും തൻ്റെ മനസ്സിൽ നിന്നും തൻ്റെ ആ പാപകരമായ പ്രവണതയിൽ നിന്നും മുക്തനാവാൻ ശ്രമിക്കുകയും വേണം. ഒന്നാമതായി മനുഷ്യൻ പാപത്തിൽ നിന്ന് മുക്തനാകേണ്ടത് മനസ്സിൽ നിന്നുള്ള ഖേദം കൊണ്ടാണ്. അതിനെയാണ് പരിശുദ്ധ ഇസ്ലാം തൗബ എന്ന് പരിചയപ്പെടുത്തുന്നത്. പശ്ചാത്താപമാണ് ഖേദം എന്ന് ഇന്നമ തൗബത്തു അൻ നദം എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. പശ്ചാത്താപം ഖേദമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു കുറ്റബോധം അനുഭവപ്പെടുക എന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. താൻ ചെയ്യുന്ന തെറ്റാണെന്ന് തിരിച്ചറിയുന്നു എന്നത് തന്നെ ഒരു വലിയ നന്മയുടെ സൂചനയുമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായ നിർവ്യാജമായ ഖേദത്തിലൂടെ തൻ്റെ മനസ്സിൽ കടന്നുകൂടിയ തെറ്റായ ചിന്തകളെ മായ്ച്ചു കളയാനാണ് അവൻ ശ്രമിക്കേണ്ടത്. രണ്ടാമതായി, മനുഷ്യൻ്റെ പാപം അവൻ്റെ നാവിലൂടെയാണ് ഉണ്ടാവുന്നത്. വാക്കുകളിലൂടെ പുറത്തു വരുന്ന പാപങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ വളരെ മാരകമാണ്. ആ നാവിൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ അഥവാ പാപം ഏറ്റുപറയൽ, പാപമോചന പ്രാർത്ഥന എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. മൂന്നാമതായി, മനുഷ്യനിൽ നിന്ന് പാപങ്ങൾ ബഹിർഗമിക്കുന്നത് അവൻ്റെ അവയവങ്ങളിലൂടെയാണ്. പ്രാവർത്തികമായ പാപങ്ങൾ, ഈ പ്രാവർത്തികമായ പാപങ്ങളുടെ പ്രായശ്ചിത്തം തൽസ്ഥാനത്ത് പ്രാവർത്തികമായ നന്മകളെ പകരം വെച്ചുകൊണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 തരം പാപങ്ങൾ, മാനസികമായ പാപങ്ങൾ, വാക്കുകളിലൂടെ വെളിയിൽ വരുന്ന പാപങ്ങൾ, അതുപോലെ തന്നെ പ്രാവർത്തികമായ പാപങ്ങൾ, ഈ 3 പാപങ്ങളെയും മനുഷ്യൻ മാറ്റാൻ വേണ്ടിയിട്ട് ജാഗരൂകനാകേണ്ടുന്ന ഒരു 10 ദിവസമായി പുണ്യമാസത്തിൻ്റെ ഈ മധ്യദശകത്തെ പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയ പാപകരമായ ചിന്തകളെ മായ്ച്ചു കളയാൻ നാം ശ്രമിക്കേണ്ടത് എങ്ങനെ എന്നുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. കൂടുതൽ നല്ല ചിന്തകൾക്ക് മനുഷ്യൻ്റെ മനസ്സിൽ ഇടം കൊടുക്കുക എന്നുള്ളതാണ്. തെറ്റായ ചിന്തകളിൽ വ്യാപരിച്ച മനസ്സിനെ നന്മയുടെ ചിന്തകളിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ നാം ശ്രമിക്കുമ്പോൾ ആ തെറ്റായ ചിന്തകളുടെ സ്ഥാനത്ത് നല്ല ചിന്തകൾ ഇടം പിടിക്കുകയും മനുഷ്യ മനസ്സ് അതിൻ്റെ തനിമ, അതിൻ്റെ വിശുദ്ധി നിലനിർത്തുകയും ചെയ്യുന്നു.
നാവ് കൊണ്ട് മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പരദൂഷണമായി, അതുപോലെ തന്നെ ഏഷണിയായി, കളവ് പറയലായി, ചതിയായി, ഇത്തരത്തിലുള്ള നാവിൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അവൻ ചെയ്യേണ്ടത് പാപമോചന പ്രാർത്ഥനകളിലൂടെയാണ്. അതുപോലെ തന്നെ സ്തുതി കീർത്തനങ്ങളിലൂടെയാണ്. അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ വർത്തമാനങ്ങളിലൂടെയാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും ദുഷിച്ചു പറഞ്ഞാൽ അവൻ്റെ നാവിലൂടെ അവൻ പാപം ചെയ്തു. കഴിവതും ആ മനുഷ്യൻ്റെ നന്മകൾ പറഞ്ഞുകൊണ്ടും ആ മനുഷ്യനോട് ആ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറുക്കൽ തേടിക്കൊണ്ടുമായിരിക്കണം അവൻ്റെ നാവിൻ്റെ തിന്മകൾ പൊറുപ്പിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ അവയവങ്ങൾ കൊണ്ട് പലതരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അത്തരം തെറ്റുകൾ ചെയ്താൽ അതിന് പകരമായി അവൻ മറ്റൊരു നന്മ കൊണ്ട് അതിനെ ഫോളോ ചെയ്യണമെന്നാണ് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത്. അത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്താൽ ഒരു നന്മയുമായി അതിനെ ഫോളോ ചെയ്യുക. ആ നന്മ ആദ്യം ചെയ്ത തിന്മയെ മായ്ച്ചു കളയും, ഡിലീറ്റ് ചെയ്യും എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. സത്യവിശ്വാസി സമൂഹം ലോകമാകെ ജാഗരൂകരാകേണ്ടത് തങ്ങളുടെ കഴിഞ്ഞ ഗതകാല ജീവിതത്തിൽ വന്നുപോയ മാനസികവും അതുപോലെ തന്നെ വാക്കാലും അതുപോലെ പ്രാവർത്തികമായുമുള്ള എന്തെല്ലാം തെറ്റുകളുണ്ടോ അതിന് പകരം വയ്ക്കാൻ പറ്റുന്ന അളവിൽ നമ്മളുടെ നാവിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടം ആണ് യഥാർത്ഥത്തിൽ ഒരു തീവ്രയജ്ഞമാണ് ഈ പുണ്യമാസത്തിൻ്റെ 2ാമത്തെ പത്തിലുണ്ടാകേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ആ ശ്രമത്തിലാണ് സത്യവിശ്വാസികൾ ആകെയും ഇന്ന്. അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ടും മനസ്സാ തപിച്ചുകൊണ്ടും പശ്ചാത്തപിച്ചുകൊണ്ടും അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്ത സ്ഥാനത്ത് നന്മകൾ, ദാനധർമാദി നന്മകൾ, ഉദാരമായ ഒരു പറ്റം നന്മകൾ പകരം വെച്ചുകൊണ്ടും സത്യവിശ്വാസികൾ അവരുടെ മനസ്സിൻ്റെ തെളിമയും വിശുദ്ധിയും സ്വച്ഛതയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വളരെ സാഹസികമായ യജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു സംഗതി, ഇത്തരത്തിൽ 3 തരത്തിലുള്ള ശുദ്ധീകരണം മനുഷ്യൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് 3 തരത്തിലുള്ള തെളിവ് നശിപ്പിക്കലുകളാണ്. മനുഷ്യൻ പാപങ്ങളുടെ തടവറയിൽ നിന്ന് മോചിതനല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഏത് പാപം നമ്മളിൽ നിന്ന് വന്നാലും ആ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, അതിൻ്റെ രേഖകളിൽ നിന്ന് നമുക്ക് മുക്തനാവുക സാധ്യമല്ല. ഏത് അവയവം കൊണ്ട് പാപം ചെയ്യുന്നുവോ അവയവത്തിൽ പാപം പതിയുന്നു, മനസ്സിൽ പാപം പതിയുന്നു. അതുപോലെ തന്നെ മാലാഖമാരുടെ, മലക്കുകളുടെ റിക്കാർഡുകളിൽ പാപം പതിയുന്നു. അതോടൊപ്പം ഏത് സ്ഥലത്ത് വെച്ചാണോ അവൻ പാപം ചെയ്തത് അവിടെയും അവൻ്റെ പാപം പതിയുന്നു. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇദാ താബൽ അബ്ദു, ഒരു ദാസൻ തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ അൻസല്ലാഹു മലായികതഹു, മലക്കുകളെ ആ പാപം അള്ളാഹു മറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വയംഹുല്ലാഹു ജവാരിഹു, അവയവങ്ങളിൽ നിന്ന് അള്ളാഹു അതിനെ മായ്ക്കുന്നു. വയംഹുല്ലാഹു മആലിമഹു മിനൽ അർളി, ഏത് സ്ഥലത്ത് വെച്ച് ഏത് ലൊക്കേഷനിൽ വെച്ച് പാപം ചെയ്തുവോ അവിടെ നിന്നും അള്ളാഹു തആല അത് മായ്ച്ചു കളയുന്നു. ഹത്താ യൽഖല്ലാഹ വലൈസ അലൈഹി ഷാഹിദു ദംബ്, അങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ അവന് പാപത്തിൻ്റെ ഒരു സാക്ഷിയുമില്ലാതെ അവന് ഹാജരാകാൻ ഇടയാകുന്നു. പാപരേഖകൾ, പാപ റിക്കാർഡുകൾ അള്ളാഹു ഒന്നൊന്നായി മായ്ച്ച് അവനെ പാപരഹിതനാക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ സ്വതവേ പാപപ്രേരണയുള്ള മനസ്സിൻ്റെ ഉടമയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, മനുഷ്യ മനസ്സ് തെറ്റിന് വളരെയേറെ പ്രേരിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തെറ്റിനേറെ പ്രേരിപ്പിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രേരണയെ അതിശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ തോൽപ്പിച്ചുകൊണ്ട് തെറ്റുകളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന മറ്റൊരു മാനസിക തലത്തിലേക്ക് മനുഷ്യൻ ഉയരാൻ കഴിയും എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ മാനസിക തലത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അൻ നഫ്സുൽ ലവ്വാമ, തെറ്റുകളെ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്നാണ്. തെറ്റിനേറെ പ്രേരിപ്പിക്കുന്ന മാനസിക തലം അതാണ് മനുഷ്യൻ്റെ അധമമായ തലം. എന്നാൽ അതിൽ നിന്ന് അവൻ ചെറുത്തുനിൽപ്പിലൂടെ, പാപത്തിൻ്റെ ചെറുത്തുനിൽപ്പിലൂടെ അവൻ തെറ്റുകളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ചെറിയ ഒരു തെറ്റിൽ തന്നിൽ നിന്ന് വന്നുപോയാൽ പോലും അത് അരുതാത്തതായിരുന്നു, നീ അത് ചെയ്യരുതായിരുന്നു എന്ന് അവനെ അപലപിക്കുന്ന നഫ്സുൽ ലവ്വാമയിലേക്ക് മനുഷ്യൻ ഉയരുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം 3ാമതൊരു തലം മനുഷ്യനുണ്ട്. അവിടെയാണ് മനുഷ്യൻ എത്തി ഈ ലോകത്തോട് വിട പറയേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത് നഫ്സുൽ മുത്മഇന്ന എന്നതാണ്, നന്മയിൽ ശാന്തത അനുഭവിക്കുന്ന ഒരു മനസ്സ്. തെറ്റിന് പ്രേരണയുള്ള മനസ്സ്, ഏത് തെറ്റ് കണ്ടാലും ചാടി വീഴുന്ന മനസ്സിൽ നിന്ന് തെറ്റിനെ കുറ്റപ്പെടുത്തുന്ന മാനസിക തലത്തിലേക്ക് ഉയർന്ന മനുഷ്യൻ ഏറ്റവും ഒടുവിലായി നന്മയിൽ ശാന്തത അനുഭവിക്കുന്ന മാനസിക തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടിലായിരിക്കണം ഈ ലോകത്തെ തൻ്റെ ജീവിതം വിനിയോഗിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അവനാകുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, നന്മയിൽ ശാന്തത അനുഭവിക്കുന്ന ആത്മാവേ, നീ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ സാമീപ്യത്തിലേക്ക് മടങ്ങിക്കൊള്ളൂ.
നീ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പാകതയിലേക്ക് മടങ്ങിക്കൊള്ളൂ, സ്വർഗത്തിലേക്ക് നീ തിരിച്ചു മടങ്ങിക്കൊള്ളൂ എന്ന് അവനെ ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അവൻ്റെ മരണവേളയിൽ മാലാഖമാർ അവനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം ഇവിടെ വെളിപ്പെടുകയാണ്. പാപരഹിതമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ശാന്തത കൈവരുത്തുന്ന പ്രക്രിയ. പാപം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാന്തത കെടുത്തിക്കളയുമെന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, പ്രവാചകൻ വളരെ കൃത്യമായ നിർവചനത്തിലൂടെ അത് പഠിപ്പിക്കുകയും ചെയ്തു. ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചക എന്താണ് നന്മ? പ്രവാചകൻ പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നിൻ്റെ മനസ്സ് തന്നെ വിധി പറയട്ടെ, നിൻ്റെ മനസ്സ് തന്നെ വിധി പറയട്ടെ എന്നാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ നിർവചിച്ചു കൊടുത്തു, അൽ ഇസ്മു മത്മഅന്നത് ബിഹി നഫ്സു അൽ ബിർറു മത്മഅന്നസ് ബിഹി നഫ്സു. നന്മ എന്നാൽ നിൻ്റെ മനസ്സ് സമാധാനം ലഭിക്കുന്ന, ശാന്തത അനുഭവിക്കുന്ന ഏത് പ്രക്രിയയും നന്മയാണെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. തിന്മ ഏതാണെന്നും പ്രവാചകൻ പറഞ്ഞു, വൽ ഇസ്മു മാ ഹാക ബിഹി സദുറുഖ്. നിൻ്റെ ശരീരം, നിൻ്റെ മനസ്സ് എന്തിൻ്റെ പേരിലാണോ, ഏത് പ്രവർത്തനങ്ങളുടെ പേരിലാണോ അലോസരപ്പെടുന്നത് അത് തിന്മയാണെന്നും പ്രവാചകൻ പറയുകയുണ്ടായി. ഏതൊരു തിന്മയും മനുഷ്യ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഏതൊരു നന്മയും മനുഷ്യ മനസ്സിന് ശാന്തത അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ശാന്തത നന്മയിൽ അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നാം ഉയർന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീവ്ര യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസത്തിൻ്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. സത്യവിശ്വാസി സമൂഹത്തെ പുണ്യമാസത്തിൽ ഇസ്ലാം ക്ഷണിക്കുന്ന, പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന, അള്ളാഹു ക്ഷണിക്കുന്ന ആ നന്മകളിലൂടെ കടന്നു പോകാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. അതവൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ദ്രുതയാത്രയിൽ അവൻ അനിവാര്യമാണ്. സർവശക്തനായ തമ്പുരാൻ ആ ലക്ഷ്യ സാഫല്യത്തിലേക്ക് ഉയരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.